ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അടിപൊളി ലോഡഡ് ഫ്രൈസ് ആക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ നമുക്ക് കുറച്ച് സ്പൈസി വേണം, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചേർത്തത്. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേസമയം ഞാൻ ഇപ്പുറം ഗ്യാസ് സ്റ്റൗവിൽ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് പൊരിച്ചെടുക്കണം. ഇപ്പുറത്തുനിന്ന് ചിക്കനും ആവുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് കോരിയെടുക്കാം. ഇതൊന്ന് നമുക്ക് ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കാം. അതേസമയം അപ്പുറത്തുനിന്ന് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം, കോരിയെടുക്കാം. ഇനി അതിന് ശേഷം നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗള് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫസ്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മേളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മയോണൈസും കെച്ചപ്പും ഞാൻ മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ അതും ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൊസറല്ല ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് മയോണൈസും കെച്ചപ്പും മിക്സ് ചെയ്തത് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും മൊസറല്ല ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഞാൻ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചീസൊന്ന് മെൽറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിങ്ങനെ വെച്ച് കൊടുക്കുന്നത്, എന്നിട്ടൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട്. ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.